വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണവും ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ആളുകൾ പകുതിയേറെ ക്ഷീണിക്കും. പിന്നെ വീട് വൃത്തിയാക്കലൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ നടന്നാലായി. ഇനി മധ്യ കേരളത്തിലേക്ക് വന്നാൽ മിക്ക വീടുകളിലും ആൾ താമസമില്ലാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രമായിരിക്കും ആ വീടുകളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. വീട് തൂത്തു തുടച്ചിടാനുള്ള ആരോഗ്യം പോലും ഇപ്പൊ അവർക്കില്ല എന്ന് തന്നെ പറയാൻ കഴിയും. ഇപ്പോഴാണെങ്കിൽ പഴയ പോലെ വീട്ടുജോലിക്കാരെയും കിട്ടാനുമില്ല. ഇനി ജോലി സംബന്ധമായി വിദേശത്ത് മറ്റു സംസ്ഥാനങ്ങളിലുമുള്ളവർ കൂട്ടിയിട്ടിരിക്കുന്ന വീടുകളുടെ അവസ്ഥ എന്താകുമെന്ന് നോക്കാറുണ്ടോ? സംശയമില്ലാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും, കൃത്യമായ പരിപാലനമില്ലാത്ത പരിതാപകരമായിരിക്കും അവരുടെ വീട് എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഇന്ന് കേരളത്തിൽ ക്ലീനിങ് സർവീസുകൾ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഡീപ് ക്ലീനിങ് സർവീസ് എന്താണെന്ന് ഒന്ന് നോക്കാം. എത്ര വൃത്തിയാക്കിയാലും അഴുക്ക് മാറാത്ത മൂലകൾ, കബോർഡിന്റെ ഉൾവശങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ വയ്ക്കുന്ന ഇടങ്ങൾ, സൺഷെയ്ഡിലെ പൂപ്പൽ, കയ്യെത്താത്ത ഇടത്ത് മാറാലകൾ, സോഫ സെറ്റുകൾ എന്നിവേണ്ട വീടിന്റെ മുക്കുമൂലയും ഇവർ വൃത്തിയാക്കി തരും. ഹൈ പവർ വാക്യൂം ക്ലീനറുകൾ, തുടയ്ക്കാനുള്ള ഉപകരണങ്ങൾ, ഡ്രയർ എന്നിങ്ങനെ വൃത്തിയാക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും അവർ തന്നെ കൊണ്ടുവരുന്നതാണ്. 5-6 പേരടങ്ങുന്ന ഒരു ടീം വന്ന് ഒറ്റ ദിവസം കൊണ്ട് വീട് മിനുക്കി തരും. ചതുരശ്ര അടിക്ക് 5 രൂപ മുതൽ ഈടാക്കുന്ന ഏജൻസികൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. വൃത്തിയാക്കേണ്ട ഏരിയ, വീടിന്റെ വലുപ്പം, ഏതെല്ലാം രീതിയിലുള്ള ശുചീകരണമാണ് വേണ്ടത് എന്നൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും ഡീപ് ക്ലീനിങ് സർവീസിന്റെ സമയവും ചെലവും. സാധാരണ രീതിയിൽ 1200 ചതുരശ്ര അടി വലുപ്പം വരുന്ന ഒരു വീട് വൃത്തിയാക്കാൻ ഏകദേശം 4 മണിക്കൂർ മതിയെന്നാണ് അവർ പറയുന്നത്. ഫ്ലോർ വാഷ്, വാൾ വാഷ്, കിച്ചൺ ക്ലീനിങ്, കബോർഡ് ക്ലിയറൻസ്, വേസ്റ്റ് മാനേജ്മെന്റ്, റൂഫ് ക്ലീനിങ്, ഔട്ട്ഡോർ വാൾ ക്ലീനിങ് തുടങ്ങിയ എല്ലാവിധ സർവീസുകളും അവരുടെ പാക്കേജുകളിൽ ഉൾപ്പെടുന്നതാണ്. മാറാല, പൊടി, തറയിലും ഭിത്തിയിലും മറ്റ് ഗ്രഹഭാഗങ്ങളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ, കറകൾ എന്നിവയെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ബാത്റൂമിലും ആസിഡ് വാഷ് ഒക്കെ ചെയ്ത് അവർ നമുക്ക് തരുന്നതായിരിക്കും. വീടിന്റെ അകത്തളം, ജനലുകൾ, വാതിലുകൾ, കബോർഡുകൾ, റൂഫ് ഫാനുകൾ, ഫർണിച്ചർ എന്നിവ ഹൈ പവർ വാക്യൂം ക്ലീനർ കൊണ്ട് വൃത്തിയാക്കി തരും. ജനലുകൾ, വാതിലുകൾ, ഗൃഹോപകരണങ്ങൾ എന്നിവയെല്ലാം കഴുകി തുടച്ച് ഉണക്കും. ഇതൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വീട്ടിലെ ഫർണിച്ചർ റീഅറേഞ്ച് ചെയ്ത് നൽകുന്ന രീതിയിലുള്ള സർവീസുകൾ വരെ അവരിൽ നിന്നും ലഭ്യമാണ്. പരമാവധി 12 മണിക്കൂറിനുള്ളിൽ വീട് പുത്തനാക്കി അവർ നമുക്ക് കയ്യിലേക്ക് തരും. വീടിന്റെ പൊതുവായ വൃത്തിയാക്കലിന് പുറമെ സോഫ, കിടക്ക, കാർപ്പറ്റ് എന്നിവയുടെ ക്ലീനിങ്ങും കീടാണു ശുചീകരണവും ഒക്കെ, സെപ്റ്റി ടാങ്ക് വൃത്തിയാക്കലും എല്ലാം ഇവരുടെ ഈ സർവീസിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വീട്ടുകാരുടെ ആവശ്യപ്രകാരം സർവീസുകൾ കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്ന ഒരു അവസരമുണ്ട്. കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഡീപ് ക്ലീനിങ് സർവീസുകൾ ഇന്ന് ലഭ്യമാണ്. AC, ഫാൻ, മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവയുടെ റിപ്പയറിംഗ് സർവീസും അവർ നടത്തുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും വീടിനൊരു മേക്ക് ഓവർ എന്ന നിലയ്ക്ക് ഡീപ് ക്ലീനിങ് സർവീസുകളെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, വീട്ടുപകരണങ്ങളുടെ കാലപ്പഴക്കത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും വൃത്തിയാക്കാൻ എത്തുന്നവർക്ക് മുൻകൂട്ടി ധാരണ നൽകുന്നത് ക്ലീനിങ്ങിനിടെ അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ക്ലീനിങ് ഏജൻസികൾ ഏതുതരം മെഷീനുകളും കെമിക്കലുകളുമാണ് വൃത്തിയാക്കലിനായി ഉപയോഗിക്കുന്നതെന്ന് മുൻകൂട്ടി നമ്മളൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനേ പാടില്ല. ഇനി ആസിഡ് വാഷുകൾ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം. കാരണം ടൈലുകളുടെയും വാഷ് ബേസിനുകളുടെയും ഒക്കെ നിറം വേഗത്തിൽ മങ്ങാൻ ഈ ആസിഡ് വാഷുകൾ ഒരു കാരണമായിരിക്കും.